AI സ്ലോപ്പുകൾ സമൂഹമാധ്യമങ്ങളിലെ ചവറുകൂന. ജെൻസി ഇസ്രായേലിൽ ദുർബലം, ന്യൂയോർക്കിൽ ശക്തം. ബിഹാർ കാർട്ടൂണുകൾ. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. ആദ്യം നമുക്കൊരു കൗതുക വാർത്ത കാണാം. CCTV എന്ന നിരീക്ഷണ ക്യാമറ കാണിച്ചു തരുന്ന ഒരു ദൃശ്യം. വന്യമൃഗശല്യത്തിൻ്റെ മറ്റൊരു കാഴ്ച. പക്ഷെ കരടി എത്ര തവണ കുട്ടിയെ പിടിക്കാൻ വന്നാലും പൂച്ചകളുണ്ട് രക്ഷകരായിട്ട്. വാസ്തവത്തിൽ ഇതിലെ വാർത്ത കുഞ്ഞും കരടിയും പൂച്ചയും ചേർന്ന കഥയല്ല, മറിച്ച് ഈ ദൃശ്യം തന്നെയാണ്. ഇത് വ്യാജമാണ്. നുണയെ സത്യമെന്ന് തോന്നിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ. അച്ചടി യുഗത്തിനും പിന്നെ ഡിജിറ്റൽ യുഗത്തിനും പിന്നെ നിർമ്മിത ബുദ്ധി യുഗത്തിനും പിന്നാലെ ഇത് AI സ്ലോപ്പുകളുടെ കാലം. When you close your eyes, what do you see? When we talk about reality, how do you know what is real? Or what is simply... മായക്കാഴ്ചകൾ പോലും യാഥാർത്ഥ്യത്തിൻ്റെ തെളിച്ചത്തോടെ കാട്ടുന്ന വിദ്യ മാധ്യമ മേഖലയെ, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിനെ കീഴ്പ്പെടുത്തുകയാണ്. ഇനി അങ്ങോട്ട് നിർമ്മിത ബുദ്ധി AI ദൃശ്യങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല ചെയ്യുക, അത് നിരൂപകനും എഡിറ്ററുമൊക്കെയാകും. ദൃശ്യമാധ്യമ രംഗത്തിൻ്റെ ഭാവി രൂപം കൂടിയാകാം റീസണിംഗ് വീഡിയോ മോഡൽ എന്നറിയപ്പെടുന്ന AI തന്നെ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഈ രീതി. AI സ്ലോപ്പുകൾ സമൂഹമാധ്യമ രംഗത്ത് ഒരു പകർച്ചരോഗം പോലെയാണ് ഇപ്പോൾ. സിന്തറ്റിക് ശബ്ദവും സിന്തറ്റിക് ദൃശ്യങ്ങളും. വ്യാജ വാർത്തകളുടെ വൈറസാണ് അതിപ്പോൾ. ചിലപ്പോൾ ഭാഗ്യത്തിന് കള്ളം വളരെ വ്യക്തമായിരിക്കും. വെറും തമാശയായി കാണാവുന്ന യാഥാർത്ഥ്യവും അസത്യവും കലർന്ന വീഡിയോ ദൃശ്യങ്ങൾ. Give me that pipe. No more playing tonight, you hear me? Inside with this. Go home. Hey, quit it! It's midnight. Give me those sticks. No more concerts tonight, you hear me? Inside with these. Go home. Hey. എന്നാൽ സത്യവും അസത്യവും എപ്പോഴും ഇത്ര വ്യക്തമായി കൊള്ളണമെന്നില്ല. കഴിഞ്ഞ ഡിസംബറിൽ യുക്രൈനിൽ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിൻ്റെ ഒരു ദൃശ്യം സമൂഹമാധ്യമങ്ങളിലും ചാനൽ വാർത്തകളിലും ഇടം പിടിച്ചിരുന്നു. പക്ഷെ അത് വ്യാജമായിരുന്നു എന്ന് കുറെ കഴിഞ്ഞാണ് തിരിച്ചറിയുന്നത്. These explosions are fake, but they've racked up millions of views. Soon after we alerted TikTok and the creator, they disappeared. But they've already been shared across social media, including this claim that the explosions are in Ukraine. And some people are buying it. This type of content is called AI slop. AI-generated images designed to get clicks and in some cases make money. എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള മാർഗമായിട്ടാണ് ഇന്ന് AI സ്ലോപ്പുകൾ പലരും ഇറക്കുന്നത്. എത്ര കൂടുതൽ ആളുകൾ കാണുന്നോ അത്രയും ലാഭം. അതിന് പാകത്തിലാണ് AI ഉപയോഗിച്ച് ചെലവില്ലാതെ ഇവ നിർമ്മിക്കുന്നത്. AI സ്ലോപ്പ് വൻ വ്യവസായമായി കൊണ്ടിരിക്കുകയാണ്. ഇത് സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നതിനനുസരിച്ച് രണ്ട് ദോഷങ്ങൾ വ്യാപിക്കുന്നു. ഒന്ന്, വ്യാജ വാർത്തകൾ തിരിച്ചറിയാനാകാത്ത വിധം പരക്കാൻ തുടങ്ങുന്നു. രണ്ട്, ഈ ചെറിയ ചെറിയ രസക്കാഴ്ചകൾ സമൂഹത്തെ ഭ്രമിപ്പിക്കുമ്പോൾ യഥാർത്ഥ വാർത്തകളും വിവരങ്ങളും എടുക്കാച്ചരക്കുകളാകുന്നു. സമൂഹവിരുദ്ധമായ മരുപ്പറമ്പായി സമൂഹമാധ്യമങ്ങളെ AI സ്ലോപ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അസംബന്ധ ദൃശ്യങ്ങളും വ്യാജ ചിത്രങ്ങളും ഇൻ്റർനെറ്റിനെ തന്നെ വിഴുങ്ങുന്ന അവസ്ഥ.
അൽ ജസീറ ലിസണിംഗ് പോസ്റ്റിൽ നിന്ന്. Scrivo now on the tsunami of slop, the AI that's invading your feeds and overhauling the internet as we know it. Have you noticed your social media feed changing lately? Over the past year, there's been an influx of sad cats, bizarre made-up characters like Tung 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 Sahur or Ballerina Cappuccina, and even the White House has been getting in on the act. Like this video of President Trump dumping diarrhea all over American protesters. The more you scroll, the more it hits you. It's called AI slop. Cheap, meaningless, high-volume content designed for one thing only, to keep you endlessly scrolling. ആർക്കും എങ്ങനെയും ചെയ്യാവുന്ന ഒട്ടും സർഗാത്മക മൂല്യമില്ലാത്ത എന്നാൽ പണം വാരുന്ന ചൊട്ടുവിദ്യയാണിത്. ഇന്റർനെറ്റിനെ ഇത് ചപ്പുചവറ് നിറഞ്ഞ മാലിന്യ പറമ്പാക്കും. Turning the entire internet into sort of like garbage yard. The rate at which this AI garbage is being churned out is staggering, and it spans everything: text, images, and video. ഫോട്ടോകൾ, ദൃശ്യങ്ങൾ, വ്യാജ ചിത്രങ്ങൾ എന്തും ചില AI സൂത്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയും പരുവപ്പെടുത്താം. എല്ലാം നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണും. അവർ പണമുണ്ടാക്കും. ഒരൊറ്റ വർഷം കൊണ്ട് $10 ലക്ഷം ഇങ്ങനെ സമ്പാദിക്കുന്നവരുണ്ട്. My most profitable month was May 2025, and it was because of the Italian brain rot trend. Every video was going viral, and when I included those characters in my videos, I just got over 20 million views in each good video, and because of that, my revenue obviously skyrocketed. ചവറ് ദൃശ്യങ്ങൾ മാത്രമല്ല പ്രശ്നം. ആളുകളെ എളുപ്പം കബളിപ്പിക്കുന്ന വ്യാജ വാർത്തകളും വിദ്വേഷ പ്രചാരണവും ഇങ്ങനെ ആഗോള ബിസിനസ്സായി മാറാം. ഒപ്പം മനുഷ്യരുടെ ഇടപെടലോ പരിശോധനയോ ആവശ്യമില്ലാത്ത വിധം സ്വയം ചിന്തിക്കുന്ന റീസണിംഗ് വീഡിയോ സ്വമേധയാ പെരുകി പരക്കാം. ഇതുണ്ടാക്കാവുന്ന അവസ്ഥ ഭയാനകമാണ്. കുസൃതി ചിത്രങ്ങൾ ആളുകളുടെ സമയവും പണവും കവരുന്നേയുള്ളൂ. എന്നാൽ AI സ്ലോപ്പ് പ്രോപ്പഗൻഡ രംഗത്തും സജീവമാണെന്ന് പഠനങ്ങൾ പറയുന്നു. യാഥാർത്ഥ്യം വളച്ചൊടിക്കുന്നു അവ. പരിശോധന മറികടക്കുന്നു. സ്ലോപ്പിൻ്റെ സ്ലോപ്പഗാൻഡ AIയെ തന്നെ സ്വന്തമാക്കുകയാണ്. AI കമ്പനികളും അതിന് കൂട്ടുനിൽക്കുന്നു. അവർക്കും വേണം പണം. യഥാർത്ഥ ജേർണലിസത്തിന് ഇതും ഭീഷണി സൃഷ്ടിക്കുന്നതായി ചിലർ കരുതുന്നു. വ്യാജ വാർത്തയുടെയും പ്രോപ്പഗൻഡയുടെയും പര്യായമാവുകയാണ് സ്ലോപ്പ്. ഒരു കാര്യം വ്യക്തമാണ്, സാങ്കേതിക വിദ്യയല്ല വില്ലൻ, അതിനെ ഉപയോഗിക്കുന്നവരാണ്. സ്ലോപ്പ് മാത്രമല്ലല്ലോ നേർവാർത്തക്ക് ഭീഷണി.